ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഫിഷിംഗ് ആണ് ഗൈസ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇവിടെ സ്ഥിരമായിട്ടൊരു ചൂണ്ടയിടാൻ നമ്മളൊരു കുളമുണ്ട് ഗൈസ്. അതിനകത്ത് വെള്ളം വറ്റി നിൽക്കുന്ന സമയമാണ്, പക്ഷെ നിറച്ച് മീനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വെച്ചാൽ പോയി ചൂണ്ടയിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് ഹാപ്പി ബോക്സർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കണ്ടത്തിലെത്തിയിട്ടുണ്ട്. നമുക്കിത് ഈ വഴിക്കോടാണ് നമ്മുടെ കുളത്തിലേക്ക് പോണ വഴി. അപ്പോൾ ഗൈസ് ഭയങ്കര ചൂടാണ്. ഈ ബ്ലാക്കും കൂടെ ഇട്ടതിന് പിന്നെയും ഇതിനകത്തുനിന്ന് ഉരുകുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചൂണ്ടിടാൻ പോകാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഇറക്കാം. കാണുന്ന വഴിക്കോടെ നമുക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ പോകാം. ഗൈസ് നമുക്ക് വേറെ ടാസ്ക് ഉണ്ട് ഗൈസ്. നമുക്ക് പോണ വഴിക്ക് വേറെ ടാസ്കും കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂട് കൂടി നിൽക്കുകയാണ് ഗൈസ്. പാമ്പിൻ്റെ ഇപ്പോൾ ശല്യം കൂടി തുടങ്ങി ഗൈസ്. വാർത്തയ്ക്കകത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്നാലും സൂക്ഷിച്ച് പോകണം. പോണ വഴിക്ക് മൊത്തം കാടാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വഴി കിടക്കണേന്ന്. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ പകുതി എത്തിയുള്ളൂ. പകുതിയല്ല എത്താറായി. ഇതെവിടെ കാണാനാണ് കുളം. നമുക്ക് ഇനി അവിടെ ചെല്ലട്ടെ ഗൈസ്. ഇപ്പോൾ തന്നെ വേർത്തൊരു വഴിയായി ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ പോകുന്ന വഴിക്കുള്ള കാട്. അപ്പോൾ സൂക്ഷിച്ചു പോകണം. ഇനിയും കുറച്ച് ടാസ്ക് വഴിയുണ്ട്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം എത്താറായി ഗൈസ്. ഇപ്പോൾ കുറേ നേരം നടന്നു. പിന്നെ അവിടെ ചെല്ലട്ടെ. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ബെയ്റ്റ്. ഞാൻ പണ്ട് കുളത്തിൽ വളർത്തിക്കുന്ന ചെറിയ മീനാണ്, തോട്ടിലെ മീൻ തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ചൂണ്ട കോർത്തിടാം. എന്നിട്ട് നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. ഇഷ്ടംപോലെ മീൻ എന്തായാലും ഉണ്ട് കുളത്തിൽ. അങ്ങനെ നമ്മൾ കുളത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചൂണ്ടയിടുമ്പോൾ നമ്മൾ ഒച്ച ഉണ്ടാക്കുന്നതാണല്ലോ. അങ്ങനെയൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ആ രീതിയിൽ പോകാം. അപ്പോൾ നമ്മൾ കുളത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ചൂണ്ടയൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇവിടെയും ചൂടാണ് ഗൈസ്, പുകയുക. കണ്ട മീൻ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ചൂണ്ട സെറ്റ് ആക്കട്ടെ, എന്നിട്ട് കാണാം. ഗൈസ് ഇങ്ങനെ നമ്മൾ ചൂണ്ട സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കുളത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിത് ചൂണ്ടിട്ടു. നമ്മൾ സ്ഥിരം പറയും പോലെ നമ്മൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഞാൻ ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്നില്ല ഗൈസ്, നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂട്, വേർത്തൊഴുകുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഗൈസ് നമ്മളിത് പിന്നെയും ചൂണ്ട എടുത്തിട്ടിട്ടുണ്ട്. ബൈറ്റ് ഒന്ന് മാറ്റിയിടാൻ വേണ്ടി എടുക്കുക. പിന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ ചെറുക്കനെത്തി ആദ്യം. ഗൈസ് നമ്മൾ കുറച്ച് മുമ്പ് പാമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നിർത്തിയുള്ളൂ. നിനക്ക് എന്നാ പറയാണ്? വീടിൻ്റെ അകത്ത് പാമ്പ്. എന്നാ പാമ്പ്? മൂർക്കൻ. അതെ ഗൈസ്, കൊന്നു. അതിറങ്ങിപ്പോയി. കൊന്നാ കേസാ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി. അത് നല്ലൊരു ചേരപ്പാമ്പും കയറിയായിരുന്നു. അതാ നല്ലത്, പാമ്പ് ഇറങ്ങിപ്പോയാണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ചൂണ്ട അവിടെ കൊത്തിയിട്ടേക്കുവാണ്. ഇനി നമുക്ക് വൈകുന്നേരം വന്ന് നോക്കാം. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വൈകിട്ട് ഇനി വന്ന് നോക്കുന്നുള്ളൂ. വൈകിട്ട് വന്നിട്ട് ചൂണ്ട നോക്കുമ്പോൾ മീൻ കാണും. മീൻ കാണണം. അതെ, മീൻ കിട്ടും ഗൈസ്. 100% മീൻ കിട്ടും. ഇവിടെ നിന്ന് മീൻ കിട്ടില്ല, ഇവിടുത്തെ ചൂണ്ടയിൽ നിർത്തി അല്ലേ? ഇവിടെ മീൻ കിട്ടും. കാരണം ഏകദേശം വെള്ളമൊക്കെ വറ്റി കിടക്കണേ. അതെ, കിട്ടുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാം വൈകിട്ട് കാണാം. ടാറ്റ കൊടുത്തേരെ. വൈകിട്ട് കാണുമോ? വൈകിട്ട് കാണാം, ഞാൻ വരാം. കാണാം. ഓക്കെ ഗൈസ്, നേരെ വീട്ടിൽ പോവാം. ഇനി വൈകിട്ട് വന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാ ഗൈസ്. ഇങ്ങനത്തെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വൈകിട്ട് പോയി ചൂണ്ട എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴ ഇടിയും കൂടെ വന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പോകാമെന്ന് ഓർത്തപ്പോൾ ഇരുട്ടായി ഗൈസ്, വെട്ടമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു 8:45 ഗൈസ് നമ്മൾ ചൂണ്ട എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വഴിക്ക് പോകാം, ചൂണ്ട പോയി എടുക്കാം. വലിയ ഉറപ്പൊന്നുമില്ല മീൻ കിട്ടുമെന്ന്, എന്നാലും നമ്മൾ ചൂണ്ട ഇട്ടല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ കുളം എത്തിയിട്ടുണ്ട്. നമുക്ക് ചൂണ്ട എടുത്ത് നോക്കാം. ഗൈസ് നമ്മളങ്ങനെ ചൂണ്ടയിട്ടിട്ട് നമ്മൾ ചൂണ്ട എടുത്തു. നമ്മൾ വിചാരിച്ച പോലെ ഗൈസ് മീനൊന്നും കിട്ടിയിട്ടില്ല.
അപ്പം നമ്മൾ ചൂണ്ടയിടൽ നിർത്തിയിട്ടില്ല ഗൈസ്. നമ്മൾ മറ്റൊരു വീഡിയോക്കകത്തൊരു അടിപൊളി മീൻ പിടുത്തം വീഡിയോ ആയിട്ട് വരും ഗൈസ്. ആ കുളത്തിൽ നിറച്ച് മീനുണ്ട്, മൊത്തം വരാലും മറ്റേ കറുപ്പ് എന്ന് പറയുന്ന മീനാണ് ഗൈസ് അതിനകത്തുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിട്ടിട്ട് ഞങ്ങളെ കിട്ടുന്നില്ല. ഇനി നമുക്ക് ബെയ്റ്റ് മാറ്റി ഇട്ട് വാങ്ങണം. എന്നാലും ബെയ്റ്റ് മീൻ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ ചെറിയ മീനല്ലേ ഇട്ടേ, അപ്പോൾ അത് ബെയ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ബെയ്റ്റ് മാറ്റിയിട്ട് വെക്കാം ഗൈസ്. വേറെ എന്തെങ്കിലും മീൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ദിസ് ഇസ് ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്.